ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആഗോ ടോക്സ്. മുടി വൈകറിപ്പോയി. കുറേ നാളായില്ലേ കണ്ടിട്ട്. ഞാൻ സത്യം പറയാമെങ്കിൽ വീഡിയോ എടുക്കാൻ എക്സൈറ്റ്മെൻറ്റ്, പക്ഷേ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ മടിയാണ്. അതുകൊണ്ട് ഈ എടുത്ത വീഡിയോസ് ഇങ്ങനെ ഫോണിൽ കിടക്കുന്നുണ്ട്. ഫോണിൽ സ്ഥലമില്ല വേറെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പുതിയ വീഡിയോ എടുക്കാൻ അതൊരു തടസ്സമാകും. അങ്ങനെ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ 2 ഷോർട്സും 2 വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്യാനുണ്ട് എഡിറ്റ് ചെയ്ത്. അത് എഡിറ്റ് ചെയ്തില്ല. 2 ദിവസമായിട്ട് എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നിട്ട് ചെയ്തില്ല. അപ്പം ഈ വീഡിയോ പ്രോബബ്ലി ചിലപ്പോൾ ആ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെ കോളേജിൽ വന്നതുകൊണ്ട് പിന്നെ ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയട്ടെ. ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. പുതിയ ഞാൻ ഇൻവെൻറ്റ് ചെയ്തുകൊണ്ടുവന്ന വീഡിയോ ഒന്നുമല്ല, എല്ലാവരും ചെയ്യാറുള്ളതൊക്കെ തന്നെ. ഇന്ന് ഞാനെൻ്റെ ഹോസ്റ്റൽ റൂം കാണിച്ചു തരാം. ഹോസ്റ്റൽ റൂം ഈ ഹോസ്റ്റലിൽ ഒരു റൂമിൽ 3 പേരുള്ള ഫ്രീ ഷെയറിങ്ങാണ്. എൻ്റെ 2 ഫ്രണ്ട്സ് നാട്ടിൽ പോയേക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഹങ്കരം കാണിക്കുന്നത്. അവരില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാനൊരു ചമ്മലില്ലല്ലോ. അപ്പോൾ ശരിക്കും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹോസ്റ്റൽ റൂം മേക്ക് ഓവറാണ്. പക്ഷേ ഈ സാധനം മേക്ക് ഓവറൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് സെമസ്റ്റർ തീരും. അത് വേറെ കാര്യം. എന്നുവെച്ചാൽ ഞാനിപ്പം 3rd ഇയർ അല്ലേ. അന്നേരം എൻ്റെ ഈ റൂമിൽ എൻ്റെ 2nd ഇയറാണ്. 2ാമത്തെ വർഷമാണ് ഞാൻ ഈ റൂമിൽ താമസിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഔട്ട്സൈഡ് ഹോസ്റ്റലിലായിരുന്നു. 2 ഹോസ്റ്റൽസ് ഉണ്ട്, ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്. അപ്പം ഫസ്റ്റ് ഇയറിൽ അവിടെയായിരുന്നു. അപ്പം വന്ന ആ വീക്ക് തന്നെ ഞാൻ എൻ്റെ കോർണർ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കുറേ പ്രിൻ്റ് ഔട്ട്സൊക്കെ എടുത്ത് ഒട്ടിച്ച് കുറേ കോഡ്സൊക്കെ എഴുതി ഇങ്ങനെ സ്റ്റിക്കി നോട്ട്സൊക്കെ വോൾ ഫുള്ള് നിറങ്ങി ഒരു ആംബിയൻസ് ഉണ്ടാക്കി എടുത്തു വന്ന ടൈമിൽ തന്നെ. എന്നുവെച്ചാൽ നല്ലൊരു കോസി ഫീലായിരുന്നു. അതും ഞാൻ ഇട്ടൊരു വാം ലൈറ്റ് അല്ല, പിങ്ക് കളർ ലൈറ്റൊക്കെ ആയിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇയർ റൂം, ആ ഒരു കോർണർ എന്ന് പറയുന്നത്. അപ്പം 2nd ഇയർ ഈ ഇൻസൈഡ് ഹോസ്റ്റലിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ സ്ഥലം എന്ന് വെച്ചാൽ അത് ഡോറിൻ്റെ അടുത്തുള്ള കോർണറായിരുന്നു. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും പിന്നെന്താ, ഞാനൊന്നും വന്ന ടൈമിൽ അപ്പം ചെയ്തു ഡെക്കറേഷനൊക്കെ. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നെങ്കിൽ പിന്നെ ചെയ്തതേ ഇല്ല. കഴിഞ്ഞ ഒരു ഇയർ ഫുള്ള് ഞാൻ ഒരു ഡെക്കറേഷനും ഒന്നും ഇല്ലാത്ത ഒരു ഭയങ്കര ഒരു പ്ലെയിൻ വോളായിട്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ലൈറ്റ് പോലും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നേരം ആക്ച്വലി എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും കുറച്ച് ക്രിയേറ്റീവായിട്ട് ഡെക്കറേറ്റീവായിട്ട് വോളിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു എനർജിയാണത്. ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു ആംബിയൻസ് വരും. ഇപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുമ്പം ലൈറ്റൊക്കെ ഇട്ട് ഭിത്തിയിൽ എന്തെങ്കിലും കോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കിയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പേരൻസിൻ്റെ ആരുടെയും അച്ഛൻ്റെ അമ്മയുടെയോ വീട്ടുകാരുടെ അല്ലെങ്കിൽ ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ച് വെക്കുക. അതൊക്കെ നോക്കുമ്പോൾ ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. അത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ ഞാൻ ഓൾറെഡി അങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷെ കഴിഞ്ഞ വർഷം എൻ്റെ മടി പ്ലസ് ടൈമില്ലായ്മ എല്ലാം കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല റൂമിൽ. അപ്പം പിന്നെന്താ, നാച്ചുറലായിട്ട് വരുന്ന സാധനങ്ങളുണ്ടല്ലോ. ഇപ്പം ഞാൻ സ്റ്റിക്കി നോട്ട്സ് ഒട്ടിക്കുന്നത്, അത് വർക്കുള്ളതൊക്കെ എഴുതി മറ്റേ കളർഫുള്ളായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. അങ്ങനെ നോർമലി സാധനങ്ങൾ ഇപ്പം നമ്മൾ സ്കെച്ചസ് സാധനങ്ങളൊക്കെ ടേബിളിൽ നിരത്തി വെച്ച്. പിന്നെ എൻ്റെ റൂംമേറ്റ്സ് എന്ന് വെച്ചാൽ സീനിയർ ചേച്ചി പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എനിക്കൊരു മണി പ്ലാന്റും പിന്നെ ഒരു മിററും തന്നു. അതൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്കും ഒരു സെറ്റപ്പായി. അതായിരുന്നു എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെറ്റപ്പ്. ഈ പ്രാവശ്യം ഇപ്പം എനിക്ക് നല്ല കോർണർ കിട്ടി. സെയിം റൂം തന്നെയാണ്, സെയിം റൂമാണ്. പക്ഷേ ഇപ്പുറത്തെ ഒരു വിൻഡോ സൈഡ് കോർണർ എടുത്തു. അതിപ്പം ലാസ്റ്റ് ടൈം ഞാനത് എടുക്കാതിരുന്നത്. ലാസ്റ്റ് ടൈം എനിക്ക് ഓപ്ഷൻ ഉണ്ടായി. എൻ്റെ ഫ്രണ്ട് ചോദിച്ചതാണ് എനിക്ക് ഇത് സ്ഥലം വേണമെന്ന്. അന്ന് പക്ഷേ എക്സ്റ്റൻഷൻ ബോർഡ് വേണമായിരുന്നു ഇവിടെ. ഈ സൈഡിൽ പ്ലഗ് പോയിൻ്റ് ഇല്ല. അപ്പോൾ അവളുടെ കയ്യിൽ എക്സ്റ്റൻഷൻ ഉണ്ടായത് അവളിവിടെ നിന്നു, ഞാൻ അപ്പുറത്തെ സൈഡും പോയി. അന്നേരം അന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല അത്. പക്ഷേ ആദ്യം പറഞ്ഞ് അപ്പുറത്ത് പോകാമെന്ന് പറയുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായ ആകെ മൊത്തത്തിൽ ഒരു സഫക്കേഷൻ ഫീൽ വരും ഇടയ്ക്കിടയ്ക്ക്. മറ്റേ പുറത്തോട്ടൊക്കെ നോക്കി കുറച്ച് നേച്ചറൊക്കെ കാണാത്തതുകൊണ്ടൊരു ഇടയ്ക്ക് സഫക്കേറ്റഡ് ആവാറുണ്ട് ഞാൻ ആ ഒരു കോർണറിൽ. കാര്യം അത് വിൻഡോ ഇല്ലല്ലോ. അന്നേരം ഇടയ്ക്കൊക്കെ ഞാൻ പുറത്തിറങ്ങി പോകും കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അന്നേരം ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് ശരിക്കും പറയാം. ഈ ഒരു വിൻഡോ ഉള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ശരിക്കും. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് ഈ വിൻഡോയിൽ കൂടെ പുറത്ത് നോക്കിയിരിക്കുന്നത്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ വിൻഡോ. ഇതിപ്പോൾ നമുക്ക് 3 ആൾക്കും കോർണർ വേണം എന്നുണ്ടായതുകൊണ്ട് നമ്മൾ
എന്താ ഒരു റൂമിൽ ഇപ്പം കോർണേഴ്സ് വെച്ചിട്ട് നമ്മൾ ബെഡ് ഇട്ടു. ലൈക്ക് ഇതുണ്ടോ, ആ കോർണർ എന്ന് പറയുന്നത് ഡോറായിട്ട് അവിടെ ബെഡ് ഇടാൻ പറ്റൂല. ബാക്കി 3 കോർണർ നമ്മൾ ബെഡ് ഇട്ടു. അപ്പോൾ 2 ആൾക്ക് ഇത് കിട്ടും. പണ്ടത്തെ എൻ്റെ കോർണർ ആ ഡോറിനോട് ചേർന്നിട്ടുള്ളായിരുന്നു. ഞാൻ ആ സ്ഥലം കാണിക്കാത്തത് എൻ്റെ റൂംമേറ്റ്സ് ഒന്നും ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് അവരുടെ സ്പേസ് കാണിക്കുന്നത് ഈസ് നോട്ട് റൈറ്റ് എന്ന് തോന്നിയുണ്ട്. ആ വീട്ടിൽ വായി നോക്കിയിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി. ഞാൻ ഇടയ്ക്ക് വിചാരിക്കും അവരെ കാണാൻ ഇനി കോളേജിൽ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന്. ആ CCTV മാതിരി 24 മണിക്കൂർ അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു റൂം കാണൽ ചടങ്ങ് നടത്താം. ദിസ് ഈസ് മൈ ഏരിയ. ഞാൻ എൻ്റെ ഏരിയ മാത്രമേ കാണിക്കുന്നുള്ളൂ. അയ്യോ ചെരുപ്പ്. ഇതാണ് ഇപ്പോഴത്തെ സെറ്റപ്പ്. ഒന്നും സെറ്റപ്പ് ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ റൂമേറ്റ് ചേച്ചി തന്ന ചെടി, മണി പ്ലാന്റ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കണമായിരുന്നു. ബിക്കോസ് ദേ സെഡ് ഇവിടെ ഒരു എന്തോ പെയിൻ്റ് അടിക്കാൻ പോകുന്നെന്നോ, പെയിൻ്റ് അടിയൊക്കെ നിങ്ങൾ കാണണം കേട്ടോ, പെയിൻ്റ് അടിക്കാൻ പോകുന്നെന്നോ പിന്നെ എന്തോ വൃത്തിയാക്കുന്നതെന്നോ, പിന്നെ എനിക്കൊന്ന് പെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്തോ ചെയ്തെന്ന് അവർ, മറ്റേ കൊതുവൊന്നും വരാതിരിക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ വെക്കണമായിരുന്നു. ലൈക്ക് ഫുൾ റൂം വെക്കേറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഇതേപോലെ ഓരോ ബോക്സസിലായിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ച്. അപ്പോൾ ഈ ചെടി ഞാൻ സത്യം പറഞ്ഞാൽ ഇത് എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് ഇത് ഞാൻ തിരിച്ച് വന്നപ്പം കാണാണ്ട് പോയതായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ആഫ്റ്റർ 1 വീക്ക് എനിക്കിത് കാണാതെ പോയപ്പോൾ ഒരു വിഷമം ഉണ്ടായി, ഇത് എന്നാലും എവിടെ പോയിന്ന്. പക്ഷെ ആഫ്റ്റർ 1 വീക്ക് ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ, മെസ്സിൽ നിന്ന് നടന്നു വന്നപ്പോൾ ഉണ്ട് റിസപ്ഷൻ്റെ സൈഡിലൊരു തൂണിൻ്റെ ഓരത്ത് ഇങ്ങനെ ചാരിയിരിക്കുന്നു ഈ ചെടി. അങ്ങനെ ഞാൻ അടുത്ത ചേച്ചിമാരോട് ചോദിച്ചിട്ട് എടുത്തോണ്ട് വന്നു. ബിക്കോസ് ഇത് എൻ്റെ ആണല്ലോ, എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പണ്ടത്തെ റൂമേറ്റ് ചേച്ചി തന്നിട്ട് പോയതാണ്. ഒരു ഫിഷ് ബൗൾ വാങ്ങിച്ചു വെച്ചാലോ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് അതും നമ്മൾ ഈ റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ എവിടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നം കാരണമാണ് വെക്കാത്തത്. ഒരു ഫിഷ് ഉണ്ടെങ്കിൽ നല്ലതെന്ന് തോന്നാറുണ്ട്. ഇടയ്ക്ക് ഈ ചെടീനോട് ഞാൻ സംസാരിക്കും, അത് പ്രാന്താകുമ്പോൾ വർക്കൊക്കെ ആയിട്ട്. ഇതുണ്ടോ 2 ദിവസമായിട്ട് ആപ്പിളും പഴം വാങ്ങിച്ച് പോംഗ്രാനൈറ്റും വാങ്ങിച്ചിട്ട്. ഇവിടെ എല്ലാവരും പോംഗ്രാനൈറ്റിന് അനാറെന്നാണ് പറയുന്നത്, കണ്ണൂർ അനാർ ഹിന്ദി വാക്കല്ലേ. അന്നേരം ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞാൻ ഇതുവരെ കഴിച്ചില്ല. ഐപാഡ് പുതിയതാ, ഷോ കാണിക്കണമല്ലോ. ഇതെൻ്റെ പുതിയ ഐപാഡ് M4 Pro സീരീസ്. ഇതുവരെ പഠിച്ചിട്ടില്ല ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. iOS ഈസ് സോ ഡിഫിക്കൽട്ട്. എനിക്ക് ഭയങ്കര പാട്, എനിക്ക് പറ്റണില്ല ഈ സാധനം. ഞാൻ വിചാരിച്ച വല്ല സാംസങ്ങിൻ്റെ ടാബ് വെച്ചാൽ മതിയായിരുന്നു. എന്താണ് ഇതെൻ്റെ ലാപ്ടോപ്പിനെ പുറത്ത് കുപ്പി വെച്ചാൽ ഡേഞ്ചറാണ്, വെള്ളം വീഴും. ഇത് വിക്ടസ് XP വിക്ടസ് ലാപ്ടോപ്പ്. ഇപ്പം ടെക് വീഡിയോ പോലെ ആയല്ലോ. സത്യം പറഞ്ഞാൽ ഇത് കൊള്ളാമില്ലേ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അതാകുമ്പോൾ എഡിറ്റ് ചെയ്യുന്ന, പാട്ടിടുന്ന, വോയിസ് ഓവർ ചെയ്യുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല, സംസാരിച്ചാൽ മതിയല്ലോ. ആദ്യത്തെ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പോസ്റ്റ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഫുൾ ഓൺ സംസാരിച്ച് വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഡിലേ ആവുമെന്ന് പറഞ്ഞതിന് വേറൊരു റീസൺ ഉണ്ട്. കാര്യം ഈ കോർണർ ഉണ്ടോ, ഈ ഒരു ഭിത്തി, ഈ ഭിത്തി ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പോസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ച്, പിന്നെ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാൻ. അന്നേരം അതിൻ്റെ റിസൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ മടിയായതുകൊണ്ട് ഇത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കൂ ഗൈസ്, മഴ പെയ്യും, നോക്കൂ, വിഷയം മഴ. നെറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റാത്ത ഭയങ്കര അടിപൊളി മഴ പെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ കോർണർ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ശരിക്കും എടുക്കാൻ ഉദ്ദേശിച്ച വീഡിയോ. ഈ സ്ഥലം ഡെക്കറേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ട്രാൻസ്ഫർമേഷൻ. മേ ബി അത് വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യല്ലേ, ഈ സ്ഥലം ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതായിരിക്കും വൃത്തി. അല്ലാതെ ഞാൻ ഈ കാലത്തൊന്നും ചെയ്യൂല. ഞാൻ ഇനി എൻ്റെ കബോർഡ് കാണിച്ചു തരാം. ഇതായിരുന്നു ഞാൻ 2 ദിവസം കൊണ്ട് ചെയ്ത പണി, കബോർഡ് എടുക്കൽ. അപ്പം ഞാനത് കാണിക്കണമല്ലോ. ടെൻറ്റ് ഇത് ഞാൻ ഫസ്റ്റ് ഇയറിൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച മാസ്ക, അത് ഇവിടെ തന്നെ വെച്ചു ഒരു ഓർമ്മയ്ക്ക്. ഇത് നൈഷു എനിക്ക് ചെയ്തെന്ന കാശി ബർത്ത്ഡേക്ക് തന്നെ ഞാൻ തന്നെ. സാധനങ്ങൾ ഫോക്കസ് ആവുന്നില്ലേ? എനിക്ക്
അലമാരിയിൽ ഡ്രസ്സ് വയ്ക്കുന്ന അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനെ ഓർഗനൈസേഴ്സിൽ വെച്ചേക്കുന്നത്. ഒന്ന് അത് എടുക്കുമ്പം ഇപ്പം നമ്മൾ അടുക്കി വെക്കുന്ന ഒന്നെടുക്കുമ്പോൾ അതെല്ലാം കൂടെ താഴെ വീഴും അങ്ങനത്തെ. പക്ഷേ ഈ ഓർഗനൈസർ ആകുമ്പോൾ ആ ബുദ്ധിമുട്ടില്ല. എടുക്കുക, തിരിച്ചു വയ്ക്കുക, അടച്ചു വയ്ക്കുക. എന്നുവെച്ചാൽ ഇമീഡിയറ്റ് ആയിട്ട് ഇടാനുള്ള ഡ്രസ്സ്. ഇപ്പോൾ ഇത് നാളെ ഇടാനുള്ള ഡ്രസ്സ്, ഇത് ഞാൻ എവിടെയെങ്കിലും പെട്ടെന്ന് ഇറങ്ങി പോകാൻ എടുത്തിടുന്ന ഡ്രസ്സ്, അങ്ങനത്തെ ഉള്ള സാധനം മാത്രം ഇവിടെ വയ്ക്കും. ബാക്കിയെല്ലാം എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ പെട്ടിയുണ്ട്. ആ പെട്ടിയിലാണ് വയ്ക്കുന്നത്. ദിസ് പെട്ടി ആൻഡ് ദാറ്റ് പെട്ടി. അപ്പം ഗൈസ്, റൂം ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞ് റൂം ടൂറായ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക. സോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബിന് എന്ത് സിഗ്നൽ കാണിക്കും, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇപ്പം ട്രാൻസ്ഫർമേഷൻ വീഡിയോ ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു വീഡിയോ പ്രതീക്ഷിക്കാം ഇതിൻ്റെ ബാക്കിയായിട്ട്. പക്ഷേ ഈ കാലത്തൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാൽ ഈ സെമ്മിൽ തന്നെ ഈ റൂം ഞാൻ പോകെ ഈ റൂം എന്തായാലും എൻ്റേതായ എലമെൻറ്റ്സ് ഈ റൂമിൽ വരും. അപ്പോൾ ഇന്ന് ട്രാൻസ്ഫർമേഷൻ ഞാൻ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. ട്രാൻസ്ഫർമേഷൻ എന്താ, 2-3 പോസ്റ്റർ ഒട്ടിച്ചൊരു ലൈറ്റ് ഇടുന്നതിനാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പം അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്ന എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് അതെന്തെങ്കിലും വരും. സോ ആ വീഡിയോ ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഓക്കെ, ബൈ.